പ്രിയപ്പെട്ട സഞ്ചരിയുടെ പഠിതാക്കളെ, അധ്യാപക മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലാണ് ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത്. ഇതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് നമുക്കറിയാം, ഒരു വിദ്യാഭ്യാസ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ടീമാണ് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അധ്യാപകരും എന്ന് പറയുന്നത്. ഇവർക്ക് രണ്ടു പേർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് വിദ്യാഭ്യാസ പ്രക്രിയയിൽ നിർവഹിക്കാനുള്ളത്. ടീച്ചർ സ്റ്റുഡൻസ് റിലേഷൻഷിപ്പ് ഏറ്റവും ഭംഗിയായിട്ട് പോകണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അഡാപ്റ്റബിലിറ്റി എന്ന് പറയും. അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഓരോ ദിവസവും വിദ്യാർത്ഥികളുടെ സ്വഭാവം, കൾച്ചർ ഇതെല്ലാം മാറി മാറി വരുന്നുണ്ട്. അതിനനുസരിച്ച് അധ്യാപകരും പുതിയ തലമുറയെ സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാഴ്ചപ്പാട് ടീച്ചേഴ്സിന് ഉണ്ടാവണം. നേരത്തെ ലെക്ചർ മെത്തേഡായിരുന്നു, അതിനുശേഷം പിന്നീട് ഇപ്പോൾ ചൈൽഡ് സെൻറ്റേർഡ് മെത്തേഡുകൾ വന്നു. കുട്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അധ്യാപകനേക്കാൾ വിദ്യാർത്ഥിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പഠന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വന്നു. കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് ഓൺലൈനിലാണ്. അപ്പോൾ പഠിതാവിനെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഓരോ കുട്ടിയും യുണീക്കാണ്, പ്രത്യേകം ഓരോ കുട്ടിയുടെയും കൾച്ചറിനെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് വേണം നമ്മൾ പഠിപ്പിക്കാൻ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ചില കുട്ടികൾ വിഷ്വലായിരിക്കും, അതുപോലെ തന്നെ ചിലർ കീനസ്തെറ്റിക് ആയിരിക്കും, അതുപോലെ ഓഡിറ്ററി ആയിരിക്കും, ചെവിക്ക് ശേഷിയുള്ളവർ, കാഴ്ച ശേഷിയുള്ളവർ, തൊലിക്ക് ശേഷിയുള്ളവർ. ഇങ്ങനെ ഓരോ കുട്ടിയെയും പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് അഡാപ്റ്റബിലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓരോ കുട്ടിയും വ്യത്യസ്തനാണ്. അപ്പോൾ ഓരോ കുട്ടിയുടെയും ആഗ്രഹങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതോടൊപ്പം തന്നെ പഠന പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ കുട്ടികളുടെ കൂടെ കളിക്കേണ്ടി വരും. അത് ചെറിയ കുട്ടി വലിയ കുട്ടിയൊന്നുമില്ല, ഗ്രൗണ്ടിൽ പോയിട്ട് ക്ലാസ് എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ PPT ഉപയോഗിച്ച് ക്ലാസ് എടുക്കേണ്ടി വരും. ഇനി ഞാൻ പണ്ട് മുതലേ ചോക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയാൻ പറ്റൂല. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വരുമ്പോൾ അതിനനുസരിച്ച് മാറേണ്ടി വരും. ഇങ്ങനെ ഓരോ മേഖലയിലും മാറാൻ സാധിക്കുക എന്ന് പറയുന്നതിൻ്റെ പേരാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തൊരു നമ്മുടെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സെറ്റിംഗ് ബൗണ്ടറീസ് ആണ്. ബൗണ്ടറി നിശ്ചയിച്ചു കൊടുക്കുക എന്ന് പറയുന്നതാണ് അധ്യാപക വിദ്യാർത്ഥി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാനം. രക്ഷിതാക്കളായാലും അധ്യാപകരായാലും ഒക്കെ നമ്മുടെ മക്കൾ അതല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഏതറ്റം വരെ പോവാം, അവർക്ക് കളിക്കാനും കളിക്കാതിരിക്കാനുമുള്ള ബൗണ്ടറീസ് നിശ്ചയിച്ചു കൊടുക്കണം. ചിലർ വളരെ സ്ട്രിക്റ്റ് ആക്കിയിട്ടാണ് കുട്ടികളെ അധ്യാപകർ കൈകാര്യം ചെയ്യുക, അത് ശരിയല്ല. അതുപോലെ തന്നെ ചിലർ വളരെ ലൂസാക്കിയിട്ട് കൈകാര്യം ചെയ്യും, അതും ശരിയല്ല. ഈ സ്ട്രിക്റ്റ്നെസ്സിൻ്റെയും ലൂസ്നെസ്സിൻ്റെയും ഇടയിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതിൽ അധ്യാപകന് വളരെ റോളുണ്ട്. അത്തരം ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിലും, പ്രത്യേകിച്ച് ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ബൗണ്ടറിക്ക് നിശ്ചയിക്കുന്ന റൂളുകൾ, ആ റൂൾ വളരെ പ്രധാനമാണ്. ഇന്നത് ചെയ്യണമെന്ന് കുട്ടിയോട് നമ്മൾ പറയുമ്പോൾ തന്നെ അതിലേറ്റവും പ്രധാനമായിട്ട് എന്തുകൊണ്ട് ചെയ്യണമെന്ന് കൂടി പറയലാണ്. നമ്മൾ നിശ്ചയിച്ചു കൊടുത്ത ബൗണ്ടറിയുടെ ലോജിക്ക് കുട്ടികൾക്ക് കിട്ടുമ്പോൾ മാത്രമാണ് ഒരു കുട്ടി ആ ബൗണ്ടറിയുടെ ഉള്ളിൽ നിന്ന് കൊണ്ട് പ്രവർത്തിക്കുക. യൂണിഫോം ഇടണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് യൂണിഫോം എന്ന് പറയുന്നത് കുട്ടിയുടെ ഭാഷയിൽ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമാണ് ആ യൂണിഫോം കുട്ടി ഇട്ട് വരുന്നത്. അതേപോലെ ഓരോ കാര്യത്തിലും നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ടീച്ചർ സ്റ്റുഡൻസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ്. മ്യൂച്വൽ റെസ്പെക്റ്റ് ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഗീവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ് നമ്മൾ സ്ഥിരമായിട്ട് പറയാറുണ്ടെങ്കിൽ പോലും പലപ്പോഴും കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യുന്നതിൽ, കുട്ടികളുടെ വികാരങ്ങൾ, കുട്ടിയെ റെസ്പെക്റ്റ് ചെയ്യാൻ സ്വാഭാവികമായിട്ടും റെസ്പെക്റ്റ് എന്ന് പറയുന്നത് വികാരങ്ങളെയാണ്. കുട്ടിയുടെ വികാരങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നതിൽ
പലപ്പോഴും അധ്യാപകർ കണിശത പുലർത്താറില്ല. കുട്ടിയുടെ അസൈൻമെൻറ്റ് കൊടുക്കും, അസൈൻമെൻറ്റ് കൊടുത്തത് കുട്ടി എഴുതി കൊണ്ടുവരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യില്ല. സ്വാഭാവികമായിട്ടും വീട്ടിലിരുന്ന് ധാരാളം സമയം അസൈൻമെൻറ്റ് ചെയ്തൊരു കുട്ടി അതിനെ റെസ്പെക്റ്റ് ചെയ്യാത്തൊരു സമീപനമായിരിക്കും മിക്കവാറും അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. സ്വാഭാവികമായിട്ടും ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോളോ അപ്പ് നടത്താൻ പറ്റണം. കുട്ടിയെ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ഇത് ചെയ്തോ എന്നുള്ളത് നോക്കണം. അതാണ് കുട്ടികളോടൊരു റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ. തിരിച്ചും ചില റെസ്പെക്റ്റുകൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കുട്ടിയുടെ വികാരങ്ങളെ പരിഗണിക്കുന്ന ഒരാൾ, അത് കുട്ടീനെ മാത്രമല്ല, ഭൂമിയിലെ എല്ലാ മനുഷ്യരുടെയും പ്രത്യേകത അവരുടെ വികാരങ്ങൾ ആര് പരിഗണിക്കുന്നു. നമ്മൾ ഗീവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ് എന്ന് പറയുന്ന റെസ്പെക്റ്റ് ചെയ്യേണ്ടത് ഒരാളുടെ വികാരത്തെയാണ്, ആ ബോഡിയെയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെയോ അല്ല. അതിനപ്പുറത്തേക്ക് അയാളുടെ ചിന്തയെ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ എങ്ങനെ ചിന്തിക്കുന്നു ആ ചിന്തയെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ബിഹേവിയറാണ് അധ്യാപക വിദ്യാർത്ഥി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. നാലാമത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നമ്മൾ തുറന്ന് സംസാരിക്കുക. ക്ലോസ്ഡ് കമ്മ്യൂണിക്കേഷൻ സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. ക്ലോസ്ഡ് കമ്മ്യൂണിക്കേഷൻ, ഉള്ളു തുറക്കാതെയുള്ള സംസാരമാണ് പലപ്പോഴും ക്ലോസ്ഡ് കമ്മ്യൂണിക്കേഷൻ. അധ്യാപകൻ ഒന്ന് വിചാരിക്കുകയും കുട്ടിയോട് മറ്റൊന്ന് പറയുകയും ചെയ്യുക. അത് അധ്യാപകൻ മാത്രമല്ല, ഏത് രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടാവേണ്ട കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആവുക എന്ന് പറയുന്നത്. എത്രത്തോളം നമ്മുടെ ഓപ്പൺ ആണ് അത്രത്തോളം കുട്ടികൾ. ഇപ്പോൾ എത്ര പേർക്ക് നമ്മുടെ അധ്യാപകർക്ക് കുട്ടികൾക്ക് നമ്മളെ ഒന്ന് തമാശയായിട്ട് നമ്മളോട് തമാശ പറയാൻ പറ്റും, അതല്ലെങ്കിൽ നമ്മുടെ ഈഗോയെ ഹെർട്ട് ചെയ്യാന്ന് പറയുന്നൂടാ, നമ്മുടെ മുടി നരച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ പാൻ്റ് ഇട്ടത് ശരിയായില്ല എന്ന് നമ്മുടെ ബോഡിയെ ഷെയ്മിങ് നടത്തുന്ന രീതിയിൽ, അതല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ തമാശ പറഞ്ഞാൽ അതിനെ ആ കുട്ടിയുടെ തമാശയായിട്ട് കണ്ട് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതോ ഉടനെ അതൊരു ഗൗരവമായിട്ടെടുത്ത് അത് പ്രശ്നമാക്കുന്ന ഒരു സമീപനമാണോ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കുട്ടി പറയുന്നതിന് അതേ സെൻസിൽ നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങളെയും കുട്ടികൾക്ക് കംഫർട്ടബിളായിട്ട് നമ്മൾ കൊടുക്കുന്ന മെസ്സേജുകളെ, പാഠഭാഗങ്ങൾ മാത്രമല്ല പാഠഭാഗത്തിന് പുറത്തു നിന്ന് നമ്മൾ കൊടുക്കുന്ന മെസ്സേജുകളെ വളരെ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് കാര്യമുണ്ട്. അതേപോലെ തന്നെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ചില സ്റ്റേറ്റുകൾ, ഞാൻ സംസ്ഥാനം പറയുന്നില്ല, അവിടെയൊക്കെ സ്റ്റാഫ് റൂമിലേക്ക് ചെല്ലണമെങ്കിൽ വലിയ റൂട്ടീൻസ് ഉണ്ടാവും. അവിടെ പോയി മേ കമ്മിങ് സാർ എന്നൊക്കെ ചോദിച്ച് വളരെ എന്താ പറയുക, ഒരു 2 മിനിറ്റ് അവിടുത്തെ സ്റ്റാഫ് റൂമിൽ നിന്നുള്ള അധ്യാപകൻ്റെ പെർമിഷനൊക്കെ കിട്ടി. അങ്ങനെ ഒരു പക്ഷേ പലപ്പോഴും കുട്ടികളുടെ ആശയവിനിമയം നടത്താൻ തന്നെ തയ്യാറാവാത്ത ചില സ്റ്റാഫുകളും സ്ഥാപനങ്ങളൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുട്ടികൾക്ക് എപ്പോഴും ഏത് സമയവും, അത് ഞാൻ പറയുന്നത് 24/7 ആയിട്ട് അധ്യാപകനെ അപ്രോച്ച് ചെയ്യാൻ, അവരുടെ ഏത് നിസ്സാരമാവട്ടെ ഗൗരവപ്പെട്ടതാവട്ടെ ആ കാര്യങ്ങളിൽ നമ്മളെ അപ്രോച്ച് ചെയ്യാൻ കുട്ടികൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ പറ്റുക എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. കുട്ടികളുടെ സംശയങ്ങൾക്ക് നമുക്ക് മറുപടി കൊടുക്കാൻ സാധിക്കുക. ഏതൊരു കാര്യത്തിലും കുട്ടിക്ക് ഫസ്റ്റായിട്ട് അവൻ്റെ പ്രശ്നങ്ങളിൽ സമീപിക്കേണ്ടതിൻ്റെ അധ്യാപകനെയാണെന്ന് തോന്നുക. ഇതിനൊക്കെ പറയുന്ന പേരാണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. അഞ്ചാമത്തൊരു കാര്യം എംപതിയാണ്. എംപതി ഈസ് നോട്ട് ഈക്വൽ ടു സിമ്പതി നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. എംപതി എന്ന് പറയുന്നത് ആ പൊസിഷനിൽ ഞാനായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും, ഞാൻ എന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു കാര്യത്തിനെ നേരിടുന്നതാണ്. ഇപ്പോൾ ക്ലാസ്സിൽ ചില കുട്ടികൾക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യില്ല. ടീച്ചർ പറഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ടാവും പിക്ക് ചെയ്യാം. സ്വാഭാവികമായിട്ടും ടീച്ചറെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ക്ലാസ് തീർക്കണം എന്നുള്ളൊരു ഇതിൽ വരുന്ന സമയത്ത് മനസ്സിലാവാത്ത ഒരു കുട്ടി നമ്മുടെ മുമ്പിൽ നമുക്കും അറിയാം കുട്ടിക്ക് അത് മനസ്സിലായിട്ടില്ല. ആ സമയത്ത് നമ്മൾ എന്ത് സമീപനം സ്വീകരിക്കും എന്നുള്ളതാണ്. മനസ്സിലാവാത്തൊരു കുട്ടിയെ കൂടി അത് ഞാനായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഒരു ടീച്ചർ എന്നോട് പെരുമാറേണ്ടത് നമുക്കറിയാം. നമുക്കൊരു കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും അത് ടീച്ചർ നമ്മളെ മാത്രം ഫോക്കസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനില്ലാതെ വേറെ നിർവാഹമല്ല. അപ്പോൾ അങ്ങനെ ഫോക്കസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ള ശേഷി നമുക്കുണ്ടോ എന്നുള്ളതാണ്. അതിനെ പറയുന്ന പേരാണ് എംപതി എന്നുള്ളത്. ടീച്ചേഴ്സ് സ്റ്റുഡൻസ് റിലേഷൻഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഒരു പോസ്റ്റിലിരിക്കുമ്പോൾ ഞാനായിരുന്നു അങ്ങനെയെങ്കിൽ, ഒരു വിദ്യാർത്ഥിയെങ്കിൽ
അധ്യാപകൻ എന്നോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്നോട് ക്ലാസ് എങ്ങനെ എടുത്തു തരണം എന്നൊക്കെ ഒരു കുട്ടി തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന അതേ രീതിയിൽ തിരിച്ചു കുട്ടികളോട് പെരുമാറുക എന്നുള്ളതാണ് ടീച്ചർ സ്റ്റുഡൻസ് റിലേഷൻഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. മറ്റൊന്നുള്ളത് എൻകറേജ്മെൻ്റാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മുടെ സ്റ്റുഡൻസിനെ നമുക്ക് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവർക്കുണ്ടാകുന്ന നിരാശകളെ മാറ്റിയെടുത്ത് അവർക്കൊരു കറേജ് കൊടുക്കാൻ, ധൈര്യം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കുട്ടികളെ ബൂസ്റ്റ് ചെയ്യാൻ, അവരുടെ കോൺഫിഡൻസ് ലെവൽ ഉയർത്താൻ, അതുപോലെ തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഒരു അധ്യാപകന് സാധിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികളെ നമുക്കൊക്കെ അറിയാൻ പറ്റും. കുട്ടികളായാലും നമ്മുടെ സ്വന്തം മക്കളാണെങ്കിൽ പോലും അവരുടെ ഇഷ്യൂസ് പലപ്പോഴും അവർ ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. രണ്ട് കാരണങ്ങളാൽ. ഒന്ന്, അത് പരസ്യപ്പെടുത്തിയാലും അതിന് പരിഹാരമാവില്ല എന്നുള്ളത്. രണ്ടാമത്തത്, അതിന് പരിഹാരമാവുന്ന രീതിയിൽ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എൻകറേജ്മെൻറ്റ് കിട്ടില്ല എന്നുള്ളത് കൊണ്ടുമാണ് പലപ്പോഴും കുട്ടികൾ നമ്മുടെ അവരുടെ പ്രശ്നങ്ങളെ അവതരിപ്പിക്കാത്തത്. പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചൊരു പ്രശ്നത്തിന്, ഇപ്പോൾ സാധാരണ ഇതിൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കുട്ടികൾ പോകുന്ന സമയത്ത് ഏത് കോഴ്സിന് ചേരണം അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ അവരെ കളിയാക്കുന്നതിന് പകരം ഇനിയൊന്നും ഡിഗ്രിക്ക് പഠിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോയിട്ട് കാര്യമില്ല എന്ന് പറയുന്നതിന് പകരം അവർക്ക് ഏത് കോഴ്സിന് പോകാൻ പറ്റും, ഇനി മാർക്ക് കുറഞ്ഞ കുട്ടിയാണെങ്കിലും അങ്ങനെയാണെങ്കിൽ ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇന്ന മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കുന്ന ഒരു കപ്പാസിറ്റി, സ്കില്ല് നമുക്കുണ്ടോ എന്നതാണ് എൻകറേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏഴാമത്തെ ഒരു കാര്യം ട്രസ്റ്റാണ്, വിശ്വാസം ഉണ്ടാവുക. ഇന്ന് അധ്യാപക വിദ്യാർത്ഥി റിലേഷൻഷിപ്പിൽ ഏറ്റവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അത് എല്ലായിടത്തും ഉണ്ട്. ആ വിശ്വാസം കൂടുന്നതിനനുസരിച്ച് ഈ റിലേഷൻഷിപ്പ്, ഏതൊരു ബന്ധവും സുദൃഢമാകുന്നതും തകരുന്നതും അവർ തമ്മിലുള്ള വിശ്വാസത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ആ വിശ്വാസം തകരുന്നതോടുകൂടി ബന്ധങ്ങൾ തകരും. നമ്മൾ ഫാമിലി ലൈഫായാലും, സ്റ്റുഡൻസ് ടീച്ചർ റിലേഷൻഷിപ്പ് ആയാലും, മറ്റേത് ഫ്രണ്ട്ഷിപ്പ് ആയാലും ഒക്കെ അത് തകരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള വിശ്വാസം തകരുന്നതാണ്. അപ്പോൾ ഒരു കുട്ടി വിശ്വാസം തകരുന്നതിൽ ഏറ്റവും പ്രധാനം വാക്കും പ്രവൃത്തിയും രണ്ടെണ്ണവരാണ്. അധ്യാപകൻ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും ആവുന്നതോടുകൂടി, അത് ഏതൊരു മനുഷ്യനും വാക്ക് അതുപോലെ തന്നെ പ്രവൃത്തി ഇവ തമ്മിൽ എതിരാകുന്ന സമയത്തുണ്ടാകുന്ന സാധനത്തിൻ്റെ പേരാണ് വിശ്വാസവഞ്ചന അല്ലെങ്കിൽ വിശ്വാസമില്ലായ്മ എന്നുള്ളത്. അതറിയാതെ പലപ്പോഴും അധ്യാപകരുടെ അടുത്തു നിന്നൊക്കെ അവർ വർത്താനമൊക്കെ വലിയ വർത്താനം പറയുമെങ്കിലും പ്രവൃത്തി പദത്തിൽ വരുമ്പോൾ ഒരിക്കലും കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി കാണിക്കുന്നവരുണ്ട്. അത്തരം ആളുകളെ കുട്ടികൾക്ക് വിശ്വാസം ഉണ്ടാവില്ല. പേഴ്സണാലിറ്റി കോംപ്ലക്സ് കാണിക്കുന്ന ആളുകൾ പെട്ടെന്ന് ഒരാളെ വിലയിരുത്താൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ അഡാപ്റ്റബിലിറ്റി പറഞ്ഞതുപോലെ തന്നെ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഉള്ളിലുള്ളത് പുറത്തും അതുപോലെ കാണിക്കാൻ പറ്റുന്ന ഒരാളെ മാത്രമേ ആളുകൾ വിശ്വസിക്കുള്ളൂ. അയാൾ ഇങ്ങനെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്. നമ്മളോട് രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂക്ഷിക്കാൻ പറ്റുക, രഹസ്യം സൂക്ഷിക്കൽ മാത്രമല്ല ട്രസ്റ്റ്. ഒരു വ്യക്തിത്വത്തിന് 100% മറ്റൊരാൾക്ക് അനാലിസിസ് നടത്താൻ പറ്റുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ട്രസ്റ്റ്. മറ്റൊരാളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ അയാളുടെ ബിഹേവിയർ നമുക്ക് 100% മനസ്സിലാക്കാൻ സാധിച്ചാൽ സ്വാഭാവികമായിട്ടും നാളെ നമുക്ക് വിശ്വസിക്കാമെന്ന് പറഞ്ഞാൽ അയാൾക്ക് പൈസ കടം കൊടുക്കാമെന്നോ അതല്ലെങ്കിൽ അയാളുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക എന്നല്ല. അയാളുടെ ഇന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഇതായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കുന്ന അവസ്ഥക്ക് പറയുന്ന പേരാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. എട്ടാമത്തൊരു പോയിന്റ് അധ്യാപക വിദ്യാർത്ഥി റിലേഷൻഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫെയർനെസ്. ഫെയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കുട്ടികളെ, ഓരോ കുട്ടിയെയും വ്യത്യസ്തമായിട്ട് അവരുടെ സ്കില്ലുകൾ ഉണ്ടെങ്കിൽ പോലും അധ്യാപകൻ്റെ മുമ്പിൽ എല്ലാവരും കുട്ടികളാണ്. അപ്പോൾ ഇക്വാളിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട്, സമത്വം. ഈ ഇക്വാളിറ്റി എന്നുള്ള കോൺസെപ്റ്റ് സാധാരണ നമ്മൾ പറയാറുണ്ട്. ചില ടീച്ചേഴ്സൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ മുന്നിലെ ബെഞ്ചിലെ കുട്ടികളോട് മാത്രം സംസാരിക്കും. അപ്പോൾ ബാക്കിലുള്ള കുട്ടികൾക്ക് ആ ടീച്ചറോട് വിശ്വാസത അല്ലെങ്കിൽ ഒരു നല്ല ബന്ധം കീപ്പ് ചെയ്യാൻ സാധിക്കില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ കുട്ടികളെയും, അത് ഫ്രണ്ട് ബെഞ്ചിലായാലും ബാക്ക് ബെഞ്ചിലായാലും ഒക്കെ. ഇപ്പോൾ ചില സ്കൂളുകളിലൊക്കെ കുട്ടികളങ്ങനെ റൊട്ടേഷനിൽ ഇരുത്തലുണ്ട്. റൊട്ടേഷനിൽ ഇരുത്തുന്നതൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം ഈ വിഷ്വലായിട്ടുള്ള കുട്ടികൾക്ക് മിക്കവാറും അവരെ മുമ്പിൽ തന്നെ ഇരുത്തേണ്ടി വരും. ഓഡിറ്ററി കുട്ടികളെ ബാക്കിൽ ഇരുത്തിയാലും അവർക്ക് മനസ്സിലാവും. വിഷ്വൽ ലേണേഴ്സിനെ പലപ്പോഴും അവർ മുമ്പിൽ ഇരുത്തിയാൽ തന്നെ അവർക്ക് ക്ലാസ് മനസ്സിലാവുള്ളൂ. അപ്പോൾ റൊട്ടേഷനിൽ ഇരുത്തുക എന്നുള്ളതല്ല ഇക്വാളിറ്റി.
അതും ഒരു തോതിൽ നമ്മൾ ഫിസിക്കലി കാണാവുന്ന രീതിയിലുള്ള ഒരു ഇക്വാളിറ്റി ആണെങ്കിൽ പോലും അതിനേക്കാൾ അപ്പുറത്തേക്ക് എല്ലാ കുട്ടികളോടും, ഇപ്പോൾ നമ്മൾ ഒരാഴ്ചത്തെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആ ഒരാഴ്ച കൊണ്ട് ക്ലാസ്സിലുള്ള 30 കുട്ടികളോടും ഒരു പ്രാവശ്യമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യം ചോദിക്കുകയോ ആശയവിനിമയം നടത്തുകയോ ചെയ്യുന്ന ആ ഒരു കൾച്ചറിന്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് പറയുന്ന പേരാണ് ഫെയർനെസ് എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനമാണ്. വിദ്യാർത്ഥികൾ, നമ്മളൊരു കുട്ടിയോട് മാത്രം മമത കാണിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ആ കുട്ടിക്കും നമ്മളോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഈ ടീച്ചർ ചിലരെ മാത്രം പരിഗണിക്കുന്നു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. തൽക്കാലം അവരുടെ ആ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സൂചിപ്പിക്കുമെങ്കിൽ പോലും ഇൻ ലോങ് റൺ ആ ടീച്ചറോട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഫെയർനെസ് ഇല്ലെങ്കിലുള്ളൊരു കുഴപ്പം. അപ്പോൾ എല്ലാ കുട്ടികളെയും അതേപോലെ പരിഗണിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. മറ്റൊന്നുള്ളത് ഗൈഡൻസ് ആൻഡ് മെൻറ്റർഷിപ്പാണ്. മെൻറ്റർ ആവാൻ സാധിക്കുക എന്ന് പറയുന്നത് ഇത് ടീച്ചിങ്ങിൻ്റെ കുറച്ചും കൂടി അപ്പുറത്തേക്കാണ്. അതായത് ഒരു കുട്ടിയുടെ പ്രധാനപ്പെട്ട അവരുടെ സൈക്കോളജിക്കൽ, ഫിസിയോളജിക്കൽ ഈ ഡെവലപ്മെൻറ്റ്, സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മെൻ്റൽ ഡെവലപ്മെൻറ്റ്, ഫിസിയോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഫാമിലിയെക്കുറിച്ചുള്ള കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ മാത്രമാണ് നമുക്കിപ്പോൾ നമ്മളൊരു ചെടി വളർത്തുന്ന സമയത്ത് സാധാരണ ഒരു പച്ചക്കറി കൃഷി നടത്തുന്ന ഒരാൾക്ക് അതിനിട്ട് കൊടുക്കേണ്ട വളം എന്താണെന്ന് കൃത്യമായിട്ട് അറിയണം. അപ്പോൾ കൃത്യമായിട്ട് വളം അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃഷി ഏതാണെന്ന് അറിയണ്ടേ. അതിനെ അറിയണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ ഫിസിയോളജിക്കലും സൈക്കോളജിക്കലി ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ് കൃത്യമായിട്ട് അറിയണം. അതറിയുമ്പോൾ മാത്രമേ ഒരാൾക്ക് മെൻറ്ററാവാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ മെൻറ്റർഷിപ്പ് എന്ന് പറയുന്നത് ടീച്ചിങ്ങിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു കാര്യമാണ്. ആധുനിക ലോകത്ത് എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ ഏറ്റവും പറയുന്നത് ടീച്ചേഴ്സിനല്ല മെൻറ്റേഴ്സിനാണ്. ഫെസിലിറ്റേറ്റർ എന്നുകൂടി ഒരു സാധാരണഗതിയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാവണമെങ്കിൽ ഓരോ കുട്ടിയെയും ഇൻഡിവിജ്വലി അവരുടെ ബയോഗ്രഫി അറിയണം, മെൻ്റൽ സ്റ്റാറ്റസ് MSc അറിയണം, മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ നമ്മൾ നടത്തണം. അപ്പോൾ ഈ രീതിയിലാണ് മെൻറ്റർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എനിവേ കൃത്യമായ ഗൈഡൻസ് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഒരു മെൻറ്ററും ടീച്ചറും തമ്മിലുള്ള വ്യത്യാസം. ടീച്ചർ ദോസ് ഹു ഈസ് ടീച്ചിങ് ആണ് ടീച്ചർ, പഠിപ്പിച്ചു കൊടുക്കുക. എന്നാൽ മെൻറ്റർ എന്ന് പറയുന്നത് ദോസ് ഹു ഗൈഡ് എന്നുള്ളതാണ്, നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചറേക്കാളും വളരെ എത്രയോ ഇരട്ടി പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഗൈഡിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെൻറ്ററിങ് എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ മെൻറ്ററിങ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് പാഷ്യൻസ്, ക്ഷമ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു കൃഷിക്കാരന് അത്യാവശ്യം ക്ഷമയുള്ള ആളായിരിക്കും. കാരണം ചില വിളകളൊക്കെ 6 മാസം, ചിലത് 5 കൊല്ലം, ഒരു തെങ്ങൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 10 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. അതിനേക്കാളും ക്ഷമ വേണ്ടതാണ് മനുഷ്യന്മാർ. കാരണം ചെടികളോ മൃഗങ്ങളോ ആണെങ്കിൽ വികാരങ്ങൾ പൊതുവേ കുറവാണ്. മനുഷ്യനെ സംബന്ധിച്ച് അവന് വികാരങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ വിചാരങ്ങളും. അപ്പോൾ ഇത്തരം ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ കൈകാര്യം ചെയ്യുമ്പോൾ നല്ല ക്ഷമ വേണ്ടി വരും. നമ്മൾ പഠിച്ച തിയറികൾ ചിലപ്പോൾ പ്രാക്ടീസ് ആക്കാൻ കഴിഞ്ഞോളണമെന്നില്ല, നമ്മൾ വിചാരിച്ച പോലെ കുട്ടി ഡെവലപ്പ് ചെയ്തോളണമെന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച ബിഹേവിയർ കണ്ടുകൊള്ളണമെന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് വളരെ ക്ഷമയോടുകൂടി അതിനെ നേരിടാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് ഒരു ടീച്ചറുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ടീച്ചർ സ്റ്റുഡൻസ് റിലേഷൻഷിപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷമ എന്ന് പറയുന്നത്, പേഷ്യൻസ്. ക്ഷമിക്കേണ്ടതെന്ന് പറയുന്നത് കുട്ടി ചെയ്ത തെറ്റിനോട് മാത്രമല്ല, കുട്ടിയുടെ വളർച്ചയോട്, കുട്ടിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇല്ലാതെയാകുന്നത് ആ കാര്യങ്ങളോട്, ഇതിനൊക്കെ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. കുട്ടിയുടെ പേഴ്സണൽ ഇഷ്യൂസ് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കണം. സാധാരണ രീതിയിൽ പലപ്പോഴും സ്റ്റാഫ് റൂമിൽ വന്നിട്ട് കുട്ടികളുടെ കുറ്റം പറയുന്ന അധ്യാപകർ പോലും ഉണ്ടാവാറുണ്ട്. അതൊക്കെ വളരെ മോശമായൊരു ബിഹേവിയറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കുട്ടികളുടെ ട്രസ്റ്റ് നഷ്ടപ്പെടാൻ, വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമാകും. ഫെയർനെസ് ഇല്ലായ്മ വിലയിരുത്തും. അതുപോലെ തന്നെ നമുക്ക് ക്ഷമയില്ലായ്മത് കൊണ്ട് കൂടിയാണ് അത്തരം കാര്യങ്ങൾ വരുന്നത്. അതേപോലെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. 2 രീതിയിലാണ്, പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. നെഗറ്റീവ് എന്ന് പറയുന്നത് പണിഷ്മെൻ്റാണ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. തെറ്റ് ചെയ്താൽ തെറ്റ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശിക്ഷ കൊടുക്കുന്നത് റീഇൻഫോഴ്സ്മെൻ്റാണ്. അത് വേണ്ട എന്നല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് സാധാരണഗതിയിൽ ചെറിയ കുട്ടികൾക്കൊക്കെ സ്റ്റാർ മാർക്കൊക്കെ കൊടുക്കാറുണ്ട്, ഗുഡ് എഴുതും, മിഠായി കൊടുക്കും. ഇത്തരം സാധനങ്ങളൊക്കെയാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഇത് വളരെ കൃത്യമായിട്ട് നടത്താൻ പറ്റുക എന്ന് പറയുന്നതാണ് ടീച്ചർ സ്റ്റുഡൻസ് റിലേഷൻഷിപ്പ്. സ്വാഭാവികമായിട്ടും
റീഇൻഫോഴ്സ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ ആ കുട്ടിയുടെ വികാരത്തെയാണ് ഏറ്റവും നന്നായിട്ട് പരിഗണിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മറ്റൊന്നുള്ളത് സപ്പോർട്ടാണ്. ഒരു സപ്പോർട്ട് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കാദമിക് കാര്യങ്ങളിൽ, ഇമോഷണൽ കാര്യങ്ങളിൽ, മോറലായിട്ടുള്ള സപ്പോർട്ട് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യുന്നതും ഇനിയിപ്പോൾ സ്റ്റാഫ് റൂമിൽ അല്ലെങ്കിൽ പ്രിൻസിപ്പളെ അടുത്ത് നമ്മുടെ ക്ലാസ് ടീച്ചറുടെ ഒരു നമ്മുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടിയെക്കുറിച്ച് പരാതി ചെല്ലുന്ന സമയത്ത് കുട്ടിയെ കൂടി മനസ്സിലാക്കി പ്രിൻസിപ്പളെ കൂടി കൺവേ ചെയ്യുന്ന രീതിയിൽ, കുട്ടിയെ ഹെർട്ട് ചെയ്യാൻ രീതിയിൽ, എന്നാൽ അവൻ തെറ്റിനെ അവനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ കുട്ടിയുടെ നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടറിനൊക്കെ ഒഴിവാക്കണമെങ്കിൽ റെസിലിയൻസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടിയെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു സ്വഭാവം. പ്രധാനപ്പെട്ട മറ്റൊന്ന്, ഒരു ടീച്ചർക്ക് എപ്പോഴും ഒരു നല്ലൊരു റോൾ മോഡലാവാൻ സാധിക്കുക എന്ന് പറയുന്നതാണ്. നമ്മൾ മിക്കവാറും, ഇപ്പോൾ ഞാൻ ഒരു മാത്തമാറ്റിക്സ് അധ്യാപകനാണ്, ഏറ്റവും പ്രധാനം നമ്മുടെ ഹൈസ്കൂളിലൊക്കെ പഠിപ്പിച്ച, അതേപോലെ ഡിഗ്രിക്കൊക്കെ പഠിപ്പിച്ച നമ്മുടെ അധ്യാപകർ ഒരു നല്ല അവരുടെ എടുക്കുന്ന ഡ്യൂട്ടിയിൽ അവർ വളരെ പെർഫെക്റ്റായിട്ട്, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലൊക്കെ മൾട്ടി ഡിസിപ്ലിനറി പല വിഷയങ്ങൾ പഠിക്കുമ്പോൾ പിന്നീട് ഹയർ സ്റ്റഡീസിന് കുട്ടികൾ മിക്കവാറും തിരഞ്ഞെടുക്കുന്നത് അവരുടെ കരിയറുമായി, അവരുടെ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടൊന്നുമല്ല, അവരെ പഠിപ്പിച്ച റോൾ മോഡലായിട്ടുള്ള ടീച്ചറുടെ സബ്ജക്റ്റ് ഏതാണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് മിക്കവാറും കുട്ടികൾ ക്ലാസ്സുകൾ കൈകാര്യം പിന്നീട് ഹയർ സ്റ്റഡീസിനൊക്കെ പോവാം. അപ്പോൾ ഏറ്റവും ഒരു അധ്യാപകൻ്റെ കുട്ടികളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തതിൽ ഏറ്റവും പ്രധാനം അധ്യാപകൻ റോൾ മോഡലാവുക എന്നുള്ളതാണ്. പല രീതിയിലുണ്ട്. ക്ലാസ് എടുക്കുന്നതിൽ റോൾ മോഡലാവാം, കുട്ടികളുടെ പെരുമാറ്റത്തിൽ ബിഹേവിയറിലുള്ള റോൾ മോഡലാവാം, അതുപോലെ തന്നെ കുട്ടികളുമായിട്ട് കളിക്കുന്ന കാര്യത്തിലായാലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അവരെ ഉപദേശിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ നല്ല റോൾ മോഡലാവാൻ സാധിക്കും. അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന റോൾ മോഡലാവാം. അങ്ങനെ പല മേഖലയിലും ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വളരെ നല്ല രീതിയിൽ ഒരു റോൾ മോഡലായിട്ട് കുട്ടികളുടെ മുമ്പിൽ നിൽക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ് കുട്ടിയും അധ്യാപകനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും പ്രധാനമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് വാങ്ങാൻ ഒരിക്കലും മറക്കരുത്. ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, ഒരു നിരന്തരം ഫീഡ്ബാക്ക് വാങ്ങുക എന്ന് പറയുന്നത് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നത്, നന്നാക്കുന്നതിലൊക്കെ ഏറ്റവും പ്രധാനമാണ്. നമുക്കൊക്കെ ഓരോരുത്തരും അവനെക്കുറിച്ചൊരു പ്രജുഡിസ് മുൻധാരണ ഉണ്ടാവും, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ്. പക്ഷേ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് കുട്ടികൾ ഓരോരുത്തരും നമ്മളെ എങ്ങനെ ചിന്തിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് നമ്മൾ വാങ്ങിക്കണം. അതുപോലെ അങ്ങനെയുള്ള ഫീഡ്ബാക്ക് വാങ്ങുമ്പോൾ മാത്രമാണ് എൻ്റെ ക്ലാസ് കുട്ടികൾക്ക് അല്ലെങ്കിൽ എൻ്റെ ബിഹേവിയർ കുട്ടികൾക്ക് എത്രത്തോളം അഡാപ്റ്റബിളാണ്, അവർക്ക് എത്രത്തോളം സ്വീകരിക്കാൻ പറ്റുന്നു എന്ന് അധ്യാപകന് മനസ്സിലാകാം. അങ്ങനെ റോൾ മോഡൽ ആവണമെങ്കിൽ തന്നെ അതൊരു കണ്ടിന്യൂസ്, ഏറ്റവും ചുരുങ്ങിയത് ഒരു ബാച്ചിൽ ഒരു വർഷത്തിൽ 2 ഫീഡ്ബാക്കുകൾ നമ്മൾ സ്റ്റുഡൻസിനോട് വാങ്ങിക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് വാങ്ങി അവിടെ അടുത്ത് കെട്ടിവെച്ചാൽ പോരാ, അതിനനുസരിച്ച് നമ്മുടെ ക്യാരക്ടറിൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ബോധപൂർവമായ ശ്രമവും ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഫീഡ്ബാക്കിൽ ഏറ്റവും പ്രധാനം. ഏറ്റവും ലാസ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് കൊളാബറേഷനാണ്. കൊളാബറേഷൻ എന്ന് പറയുന്നത് നമ്മളത് പഴയ ഒരു ദർസ് സിസ്റ്റമൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു ശരി കൊളാബറേറ്റീവ് സിസ്റ്റം. ഒരേ സമയം അധ്യാപകനും വിദ്യാർത്ഥിയും ഒന്നിച്ചിരിക്കുകയും മുതിർന്ന കുട്ടികൾ താഴ്ന്ന കുട്ടികൾക്ക് ദർസ് എടുത്ത് കൊടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ 2 കൊളാബറേറ്റീവ് എന്താ പറയുക എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ, ഇപ്പോൾ സാധാരണഗതിയിൽ മിക്കവാറും ഒരു കോളേജിൽ രാവിലെ ക്ലാസ്സിൽ വരുമ്പോൾ പ്രിപ്പയർ ചെയ്ത് വരുന്ന ടീച്ചറായിരിക്കും. കുട്ടി ഒരിക്കലും പ്രിപ്പയർ ചെയ്ത് വരേണ്ട ആവശ്യമില്ല. കോളേജ് എഡ്യൂക്കേഷനിലൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുട്ടിയും പ്രിപ്പയർ ചെയ്യുക. എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ, ഈ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ കുട്ടിയെ കൂടി ഏറ്റവും നന്നായിട്ട് ക്ലാസ് എടുപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതാണ് കൊളാബറേഷൻ. ഇങ്ങനെ ഒരു 10-15 പോയിന്റ്സാണ് ഞാനിവിടെ പറഞ്ഞത്. ഇത്രയൊക്കെ നമുക്ക് എല്ലാം ഒരു ദിവസം എന്നല്ല, വളരെ 1-2 ക്യാരക്ടർ ഒരു മാസത്തിൽ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റിയാൽ വിജയിക്കും. പ്രധാനപ്പെട്ട് നമ്മൾ പറഞ്ഞത് 15 പോയിന്റ്സാണ്. ഒന്ന് അഡാപ്റ്റബിലിറ്റിയാണ്, കുട്ടിക്കനുസരിച്ച് നമ്മൾ മാറുക എന്ന് പറയുന്നത്. രണ്ടാമത്തത് ബൗണ്ടറി സെറ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞത് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് നമ്മൾ അത്തരം ബൗണ്ടറി സെറ്റ് ചെയ്തു, അതിൻ്റെ റൂൾസും റെഗുലേഷൻസിനും ലോജിക്ക്, ന്യായം എന്താണെന്നുള്ളത് പറയണം.
പരസ്പരം വികാരങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് മറ്റൊന്ന്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഉള്ളിലൊന്നും വെക്കാതെ വളരെ തുറന്ന് കുട്ടികൾക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നതാണ് മറ്റൊന്ന്. എമ്പതി ഉണ്ടാവുക, ഞാനാണ് ക്ലാസ്സിലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് എങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ഒരു വിഷയത്തിൽ ബിഹേവ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ്. നന്നായിട്ട് എൻകറേജ് ചെയ്യാൻ പറ്റുക, ഓരോ വിഷയത്തിലും കുട്ടിയുടെ തെറ്റുകൾ മറച്ചു വെക്കുകയോ അതല്ലെങ്കിൽ അതിനെ എന്താ പറയുക അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ അത് സാരമല്ല, അത് സ്വാഭാവികമാണ്, അതല്ലെങ്കിൽ അതിന് ഇനി പണിഷ്മെൻ്റ് കിട്ടും, അതിന് ശേഷം അത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞ് അതിന് എൻകറേജ്മെൻറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സിന് പറയുക. മറ്റൊന്നുള്ളത് ട്രസ്റ്റ്, വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ്. വാക്കും പ്രവൃത്തി എതിരാകുമ്പോഴാണ് ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെടുക. ഫെയർനെസ് എന്ന് പറയുന്നത് ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും ഒരേ സ്വന്തം മക്കളായിട്ട് അല്ലെങ്കിൽ ഒരുപോലെ ഒരു കണ്ണോടുകൂടി കാണുക എന്ന് പറയുന്ന സ്വഭാവമാണ്. 9ാമത്തെ നമ്മൾ മെൻറ്റർ ആവുക, ടീച്ചിങ്ങിനപ്പുറത്തേക്ക് അവരുടെ സൈക്കോളജിക്കലായിട്ടുള്ള ഫിസിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഹോസ്റ്റലിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇത് വളരെ ഈസിയാണ്. ആ രീതിയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെൻറ്ററിങ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നുള്ളത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള മുട്ടായി വാങ്ങിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ റിസൾട്ട് വന്നാൽ വെരി ഗുഡ് പറയുക, അത്ര സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്ഷമ വേണമെന്നുള്ളതാണ് മറ്റൊന്നുള്ളത്. പിന്നെ സപ്പോർട്ട് കൊടുക്കുക, നല്ലൊരു റോൾ മോഡലാവാൻ നമുക്ക് സാധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾക്ക് ഇല്ലാതെ പോയത്, വർത്തമാനം പറയാൻ നല്ല ആളുകളുണ്ട്, ക്ലാസ് എടുക്കാൻ ആളുകളുണ്ട്, പക്ഷേ ഒരു നല്ല റോൾ മോഡൽ, ഇദ്ദേഹത്തിനെ പോലെയാണ് ജീവിക്കേണ്ടത് എന്ന് പറയാൻ പറ്റുന്ന ക്യാരക്ടറുള്ള ഏറ്റവും നല്ല സ്വഭാവമുള്ള ഒരാളെ നമുക്ക് പലപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ റോൾ മോഡൽ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. അതുപോലെ തന്നെ കുട്ടികളിൽ നിന്ന് അവനവനെ കുറിച്ചുള്ള, സ്കൂളിനെ കുറിച്ചുള്ള, നമ്മുടെ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ വാങ്ങുക എന്ന് പറയുന്നതാണ് മറ്റൊന്ന്. പിന്നെ ദർസിലൊക്കെ പോലെ മുതിർന്ന താഴ്ന്ന കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുകയും വലിയ ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് പഠിക്കുകയും ചെയ്യുന്ന ഒരു കൊളാബറേഷൻ, ഒരേ സമയം അധ്യാപകനായും വിദ്യാർത്ഥിയായും ഒക്കെ പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇത്രയൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്കൊരു ടീച്ചർ സ്റ്റുഡൻസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനം. എന്തായാലും സെഞ്ചുറിക്ക് വേണ്ടിയിട്ട് എൻ്റെ ക്ലാസ് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.